ഇന്ന് ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ എല്ലാവരും കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണല്ലോ ഫാറ്റി ലിവർ. ശരിക്കും അത്ര പ്രശ്നക്കാരനാണോ ഫാറ്റി ലിവർ? ഹൈ, ഐ എം ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ലിവർ സ്പെഷ്യലിസ്റ്റ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ലിവറിനകത്ത് ഫാറ്റ് അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണല്ലോ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇത് നാലുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ മെറ്റബോളിക് അസോസിയേറ്റഡ് ലിവർ ഡിസീസ് എന്നും പറയാറുണ്ട്. ഈ 4 റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ എന്തായാലും ബ്ലഡ് ടെസ്റ്റും അൾട്രാസൗണ്ടും ചെയ്തിട്ട് ലിവർ ഡിസീസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് ഏർലി സ്റ്റേജസ് ആയിട്ടുള്ള ഫാറ്റി ലിവർ, അതുപോലെ നിയർ സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ്, ഫൈബ്രോസിസ്, ഏർലി സ്റ്റേജസ് ഓഫ് സിറോസിസിൽ വരെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് അഡ്വാൻസ് സ്റ്റേജസ് ആയിട്ടുള്ള ഡീകോമ്പൻസേറ്റഡ് സിറോസിസ് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. കൃത്യമായ വ്യായാമവും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി, ഇത് കൂടാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇതെല്ലാം ഒന്ന് നല്ലോണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ അസുഖത്തെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും.